സിനിമയിലേക്ക് സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്യാനെത്തുന്ന പെൺകുട്ടികളുടെ അഴകളവുകൾ വരെ ഫോട്ടോകളായി ആവശ്യപ്പെടാറുണ്ടെന്ന് വെളിപ്പെടുത്തി നടി സോണിയ മൽഹാർ. വിവാഹിതയായ പ്രസവിച്ച പെൺകുട്ടിയാണെങ്കിൽ വയറിൽ സ്ട്രെച്ച് മാർക്കുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും ചിലപ്പോൾ ബ്ലൗസ് അല്പം താഴ്ത്തിയിട്ട് സ്തനത്തിന്റെ പകുതി ഭാഗം വരെ ഫോട്ടോയിൽ കാണിക്കാൻ പറയുമെന്നും സോണിയ വ്യക്തമാക്കി. ഒരു സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ പെൺകുട്ടിയുടെ ശരീരം എങ്ങനെയിരിക്കും എന്നത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇപ്പോൾ പല സാങ്കേതിക വിദ്യകളുമുണ്ട്. സ്ട്രെച്ച് മാർക്കുണ്ടെങ്കിൽ മേക്കപ്പ് ചെയ്തെല്ലാം അത് മറയ്ക്കാൻ പറ്റും. ഹോളിവുഡിലൊക്കെ അങ്ങനെ തന്നെയാണ്. പ്രസവിച്ച സ്ത്രീകൾ തന്നെയാണ് ആക്ഷനും ഫൈറ്റുമെല്ലാം ചെയ്യുന്നത്. ഇവിടെ ഓരോ പേരിൽ ഉഡായിപ്പ് പടങ്ങൾ എടുത്തിട്ട് പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നു, സോണിയ വ്യക്തമാക്കുന്നു. വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടാണ് എന്ന് പറയുന്നത് പോലെ എന്തെങ്കിലും കാട്ടിക്കൂട്ടാൻ വേണ്ടി സിനിമ അനൗൺസ് ചെയ്യുന്നവരാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നതെന്നും അവർ പറയുന്നു. കാസ്റ്റിംഗ് കോളായി കുറേ പെൺകുട്ടികളെ വിളിക്കുക, അഭിനയിപ്പിക്കുക, ഫോട്ടോഷൂട്ട് നടത്തുക, പിന്നെ കുറേ പേരെ വളച്ചു നോക്കും. സുഖം കൊള്ളാം, കണ്ണു കൊള്ളാം, നഖം കൊള്ളാം, മുഖം കൊള്ളാം, നിതംബം കൊള്ളാം, ഇങ്ങനെയെല്ലാമാണ് വീഴാൻ വേണ്ടി പറയുക. ഇത് കേട്ട് ആരെങ്കിലും വീണാൽ അവരെ ഉപയോഗിക്കും. ഇത്തരത്തിൽ പലതരത്തിലുള്ള ചൂഷണങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ എല്ലാവരും ഇത്തരത്തിൽ തുറന്നു പറച്ചിലുകൾ നടത്തുന്നത്. സിനിമാ മേഖലയിലെ ഇത്തരം മോശം കാര്യങ്ങൾ ശുദ്ധീകരിച്ച് വളർത്തിക്കൊണ്ടുവരണം, സോണിയ പറയുന്നു. സിനിമാ മേഖലയെ മൊത്തത്തിൽ ആക്ഷേപിച്ച് ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെടുത്തരുത്. ഈ ഓണത്തിന് ഒരുപാട് നല്ല സിനിമകൾ റിലീസാകുന്നുണ്ട്. ഇവന്മാരുടെ സിനിമ കാണുന്നത് നിർത്തണമെന്ന് കുറേ പേര് സോഷ്യൽ മീഡിയയിൽ എഴുതുന്നുണ്ട്. അങ്ങനെ ഒന്നും ചെയ്യരുത്. തിയേറ്ററിൽ പോയി സിനിമ കാണുക തന്നെ വേണം. കുറ്റാരോപിതരായ ആളുകൾക്കെതിരെയാണ് നടപടിയെടുക്കേണ്ടത്. അവരെയാണ് മാറ്റി നിർത്തേണ്ടത്. അതല്ലാതെ സിനിമാ വ്യവസായത്തെ തകർക്കരുത്. വൃത്തികേട് ചെയ്യുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കണം. സംഘടനകൾ എല്ലാവരും കൂടെ ചേർന്ന് അവരെ മാറ്റി നിർത്തണം. അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ സിനിമ മുന്നോട്ടു പോകും, സോണിയ വ്യക്തമാക്കുന്നു.